ഹലോ എവരി വൺ. ഇന്ന് നമുക്കൊരു സ്റ്റോറി നോക്കിയാലോ. ഒരു നാട്ടിൽ ഒരു ആളുണ്ടായിരുന്നു. അയാൾക്ക് വീട്ടിലേക്ക് വെള്ളം ആവശ്യമുള്ളത് കുറച്ച് ദൂരെ നിന്നാണ് അയാൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ അയാൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഡെയിലി രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ദൂരെയുള്ളൊരു നദിയിൽ നിന്നാണ് അയാൾ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സോ അവിടേക്ക് പോകും. അയാളുടെ കയ്യിൽ 2 മൺകുടങ്ങളാണ് ഉണ്ടായിരുന്നത്. സോ ഇത് രണ്ടും എടുത്തിട്ടാണ് അയാൾ എന്ത് ചെയ്യുക, ഡെയിലി ഈ വെള്ളം എടുത്തിട്ട് വരാനായിട്ട് പോവും. എന്നിട്ട് തിരിച്ചു വരും. ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് ഭയങ്കര നല്ല രസമുള്ള ഒരു വഴിയാണ്. 2 സൈഡും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ താഴെയായിട്ട് 2 സൈഡും കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സോ അങ്ങനെ പ്രകൃതി രമണീയമായിട്ടുള്ള വഴി കൂടെ ഒക്കെ നടന്നിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്, വെള്ളം പോയിട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നത്. സോ ഇയാളുടെ കയ്യിൽ 2 മൺകുടങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലൊരു കുടം എന്ന് പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല രസമുള്ള ഭംഗിയുള്ള ഒരു കുടമായിരുന്നു. രണ്ടാമത്തെ കുടം എന്ന് പറയുന്നത് കുറച്ച് അത്ര ഭംഗിയൊന്നും ഇല്ലാത്ത ചെറിയൊരു ഓട്ടയൊക്കെ ഉള്ള അങ്ങനെ ഇംപെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന ഒരു കുടമായിരുന്നു. സോ ഇത് രണ്ടും അയാൾ എന്ത് ചെയ്യും, ഈ പൊട്ടിയ കുടം അയാൾ കളയൊന്നുമില്ല, അല്ലെങ്കിൽ ഓട്ടുള്ള കുടം അയാൾ കളഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അയാളുടെ കയ്യിൽ വേറെ കുടം ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യും, ഈ 2 കുടങ്ങളെയും കൊണ്ടാണ് ഡെയിലി വെള്ളം എടുക്കാൻ പോവുക. തിരിച്ച് വരുന്ന സമയത്ത് ഈ പൊട്ടിയ കുടത്തിൽ ഓട്ട ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എന്താവും, തിരിച്ചെത്തുമ്പോഴത്തേക്കും പകുതി വെള്ളം അതിലുണ്ടാവുള്ളൂ. കാരണം പകുതി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ചോർന്നു പോയിട്ടുണ്ടായിരിക്കും. സോ ഇത് കണ്ടിട്ട് ഈ പൊട്ടിയ കുടത്തിന് ഭയങ്കര സങ്കടമാണ്. കാരണം ഞാൻ വരുമ്പോഴത്തേക്കും എൻ്റെ കുടം ഞാനിങ്ങനെ ആണല്ലോ, എനിക്കൊരു ഓട്ടയുണ്ടല്ലോ, ഞാൻ വരുമ്പോഴത്തേക്കും പകുതി വെള്ളമൊക്കെ പോവുകയാണല്ലോ ചെയ്യുന്നത്, മുഴുവൻ വെള്ളം മറ്റേ കുടത്തിനെ പോലെ എനിക്ക് മുഴുവൻ വെള്ളവുമായിട്ട് എനിക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റുന്നില്ലല്ലോ, ഞാൻ പെർഫെക്റ്റ് അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പൊട്ടിയ കുടത്തിന് ഭയങ്കര സങ്കടമാണ് എപ്പോഴും. ഓക്കെ, അപ്പോൾ ഒരു ദിവസം സങ്കടം സഹിക്കാൻ വയ്യാണ്ട് ഈ കുടം ഒരു ദിവസം ആളോട് പറയാണ്, എന്തിനാണ് നിങ്ങൾ ഇനിയും എന്നെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കൊരു ഓട്ടയൊക്കെ ഇല്ലേ, അപ്പോൾ എന്നെ കളഞ്ഞിട്ട് അതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുടം തന്നെ വേറെ കൊണ്ടുവരുന്നതല്ലേ നല്ലത് എന്നുള്ളത് പറഞ്ഞു. സോ ആ സമയത്ത് ആ ഒരാൾ ആ കുടത്തിനോട് പറഞ്ഞു, നീ നമ്മൾ ഈ പോകുന്ന വഴി ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളെപ്പോഴും ഈ പോകുന്ന ഈ വഴിയുടെ 2 സൈഡിലും ചെടികളുള്ളത് നീ ശ്രദ്ധിച്ചിട്ടില്ലേ, നിൻ്റെ ഭാഗത്ത് ഉള്ള ചെടികളെയും മറ്റേ കുടത്തിൻ്റെ ഭാഗത്തുള്ള ചെടികളെയും നീ ശ്രദ്ധിച്ച് നോക്കൂ, നിൻ്റെ ഭാഗത്തുള്ള ചെടികളിലെല്ലാം നല്ല ഭംഗിയിൽ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ വിരിഞ്ഞിരിക്കുന്നത് എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് കുടം അത് ആലോചിക്കുന്നത്. കാരണം ഈ കുടത്തിൻ്റെ പൊട്ടിയ ഭാഗത്തുനിന്ന് വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, ചോർന്നു പോകുന്നുണ്ട്. ഈ വെള്ളം വീണിട്ടാണ്, ആ വെള്ളം എടുത്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഭാഗത്തുള്ള ചെടികളെല്ലാം പൂവിട്ട് നിൽക്കുന്നത്. ഓക്കെ, മറ്റേ കുടത്തിൻ്റെ സൈഡിൽ പൂവില്ല, കാരണം അവിടെ എന്ത് ചെയ്യുന്നില്ല, ആ കുടം ലീക്ക് ആവുന്നില്ല, അതുകൊണ്ട് തന്നെ വെള്ളം പോകുന്നില്ല എന്നുള്ളതാണ്. സോ ഈ മനുഷ്യൻ പറയാണ്, നിൻ്റെ ഇംപെർഫെക്ഷൻ ആയിട്ട് നിനക്ക് തോന്നുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് വരുന്നത്. അത് നീ എന്നെ ആലോചിച്ച് ഇംപെർഫെക്റ്റ് ആണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത് എന്ന് ആ കുടത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇംപെർഫെക്ഷൻ എന്നുള്ള രീതിയിൽ ഒന്നും തന്നെ ഇല്ല. ആക്ച്വലി നമ്മൾക്ക് ഇംപെർഫെക്റ്റ് ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരുടെ രീതിയിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുന്ന സമയത്ത് അത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് വരുന്നത്. പെർഫെക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇല്യൂഷൻ അല്ലേ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?